ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു റാസ്ബെറിയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് ഇവിടെ വാങ്ങി വെച്ചിട്ടുള്ളത്. അത് ഫസ്റ്റ് വരുന്നത് ഒരു 5 ഇഞ്ച് DSI ടച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. വേവ് ഷെയർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ടച്ച് ഡിസ്പ്ലേ ആണ് നമുക്കിവിടെ വരുന്നത്. ഞാനത് അടുത്ത് കാണിക്കാം. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റാസ്ബെറി പൈ 4 ആണ് വരുന്നത്. ഇത് റാസ്ബെറി പൈ 4 RAM ആണ് വരുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇത് ഡാക്ക് IQ ആഡിയോയുടെ ഡാക്ക് പ്രോ ആണ്. ഈ ഒരു ഡാക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിൽ ബഡ്ജറ്റ് ലെവലിൽ നിൽക്കുന്നൊരു ഡാക്കാണ് റാസ്ബെറി പൈ. ഇവിടെ റാസ്ബെറി പൈക്കും ഉണ്ട്, IQ ആഡിയൊക്കെ ഉണ്ട്, രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളത് IQ ആഡിയോയുടെ ഡാക്കാണ് ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഒരു നല്ല മെമ്മറി കാർഡ് നമ്മൾ വാങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ HP-യുടെ ഒരു നല്ലൊരു മെമ്മറി കാർഡ് ആണ് ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ സാംസങ് ഈവോ നല്ലതാണ്. സാൻഡിസ്ക് ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ഞാൻ ഇവിടെ ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത് HP ആണ്. HP നല്ല കാർഡാണ്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ 5 വോൾട്ടിൻ്റെ ഒരു ബ്ലോവർ ഫാനും വരുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയ 5 വോൾട്ടിൻ്റെ ഒരു കുഞ്ഞ് ഫാനും വരുന്നുണ്ട്. അപ്പോൾ ഇത് എയർ അകത്തോട്ട് കയറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് റാസ്ബെറിയെ ജസ്റ്റ് ഒന്ന് തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ ഫാൻ. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നല്ല ഹൈ ക്വാളിറ്റി RC സോക്കറ്റുകൾ വരുന്നുണ്ട്. ഇതിന് അത്യാവശ്യം നല്ല വിലയുള്ള ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള RC സോക്കറ്റുകളാണ്. പിന്നെ ഇതെല്ലാം നിങ്ങളെ അടുത്ത് കാണിക്കുന്നതാണ്. പിന്നെയുള്ള സ്പേസേഴ്സ് ആണ്. പിന്നെ ഈ ഒരു സ്ട്രിപ്പും വരുന്നുണ്ട്. ഇത് നമ്മുടെ വേവ് ഷെയറിൻ്റെ DSI ടച്ച് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേക്ക് ഏകദേശം ഒരു 3400 ആ അകത്താണ് പ്രൈസ് വരുന്നത്. ഓരോ സമയത്തും ഓരോ വില മാറി മാറി വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ വാങ്ങിയത് robo.in അതിൽ നിന്നാണ് വാങ്ങിയത്. നല്ല ക്വാളിറ്റിയുള്ള DSI ടച്ച് IPS DSI ടച്ച് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഡിസ്പ്ലേ. അപ്പോൾ ഇത് നമ്മൾ റാസ്ബെറിയിൽ യൂസ് ചെയ്യുന്നത് DSI പോർട്ട് വഴിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കണക്റ്റിംഗ് കേബിൾ ഇവിടെ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ അത് കൂടാതെ തന്നെ ഇപ്പോൾ റാസ്ബെറി പൈ 5 ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു 5-ന് വേണ്ടിയിട്ടും ഉള്ള കേബിളും കൂടെ അവർ അതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. ഇപ്പോൾ റാസ്ബെറി പൈ 5-ന് വേണ്ടിയിട്ടുള്ള കേബിളാണ്. ഈ ഒരു ടച്ച് ഡിസ്പ്ലേയിൽ വരുന്നത് DSI പോർട്ടാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ആ DSI പോർട്ട് ഇതിനൊരു പോർട്ട് വരുന്നുണ്ട്. ഇതിനകത്ത് ഉള്ള റാസ്ബെറിയിൽ നിന്ന് വരുന്ന ഒരു DSI ഔട്ടുണ്ട്. ആ ഒരു DSI ഔട്ടിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഡിസ്പ്ലേയിലേക്കുള്ള സിഗ്നൽസ് ഇൻപുട്ട് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പോർട്ട് ഇവിടെയാണ് വരുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കേബിളാണ് ഈ ഒരു കേബിൾ. സാധാരണ ഈ കേബിൾ അവർ ഇതിൻ്റെ കൂടെ തരാത്തതാണ്. നോർമലി തരുന്നത് ഇതുപോലുള്ള രണ്ട് ഇതാണ് തരുന്നത്. ഇപ്പോൾ അവർ ഇതിൻ്റെ കൂടെ ഈ ഡിസ്പ്ലേ ഇതിന് സെപ്പറേറ്റ് ആ ചേട്ടൻ വാങ്ങിയതാണോ എന്നറിയില്ല. സാധാരണ എനിക്ക് മിക്കവാറും സെപ്പറേറ്റ് എനിക്കൊരു ഫ്രണ്ട് വാങ്ങി അയച്ചതാണ് പുള്ളി ചെയ്യുന്നതിന് വേണ്ടി. എനിക്ക് ഇത് സെപ്പറേറ്റ് പുള്ളി വാങ്ങിയതായിരിക്കണം. ഇത് നോർമലി കിട്ടുന്നത് ഈ സ്ട്രിപ്പാണ് നോർമലി ഇതിൻ്റെ കിട്ടുന്നത്. ഇതുപോലത്തെ 2 കിട്ടും. ഇപ്പോൾ അവർ അതുപോലത്തെ ഒന്നും പിന്നെ റാസ്ബെറി പൈ 5-ന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രിപ്പും കൂടെ അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റാസ്ബെറി പൈ 5 ഇപ്പം പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് ഏകദേശം 3000 രൂപയ്ക്കകത്ത് 3200 സംതിങ് എന്തോണം ഇതിൻ്റെ പ്രൈസ് വരുന്നത്. DSI ഡിസ്പ്ലേ ആണ്, 5 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് വാങ്ങുന്നതിന് വേണ്ടി. റാസ്ബെറി പൈ 4 ആണ്. റാസ്ബെറി പൈ 4-ലാണ് ഇപ്പോൾ ഓളിന് കറക്റ്റായിട്ട് വർക്ക് ആവുന്ന. റാസ്ബെറി പൈ 5-ൽ വർക്ക് ആവുന്നുണ്ട്, പക്ഷേ അതിൽ അൽസ പോലുള്ള ഡ്രൈവേഴ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ഈസി റാസ്ബെറി പൈ 4 ആണ്. കാര്യം എന്ന് വെച്ചാൽ അതും ഇതും തമ്മിലൊരു 10 സെക്കൻഡ് വ്യത്യാസം സ്പീഡിന് ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഏകദേശം സെയിം ആണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റാസ്ബെറി ഡാക്കൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ആൾക്കാർ ഒരുപാട് അറിഞ്ഞ് അവരെല്ലാവരും റാസ്ബെറി വെച്ചിട്ടുള്ള പ്ലെയർ ചെയ്യുന്നതിന് മുന്നോട്ട് വരുന്നുണ്ട്. അതിനുള്ള കാരണം ഹൈ റെസൊല്യൂഷൻ ഓഡിയോ കേൾക്കണമെന്ന് താല്പര്യമുള്ള ആൾക്കാരാണ്. ഇതിപ്പോൾ രാജേഷ് റോഷൻ എന്ന് പറയുന്ന ഒരു ചേട്ടന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ്, പുള്ളിക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൈ റെസൊല്യൂഷൻ ഓഡിയോ നമുക്ക് ഇൻ്റർനെറ്റ് റേഡിയോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്പോട്ടിഫൈ, ഇൻ്റർനെറ്റ് റേഡിയോ, യൂട്യൂബ് ഇതെല്ലാം ഹൈ റെസൊല്യൂഷൻ ഓഡിയോ ആയിട്ട് നമുക്ക് സിഗ്നൽസ് അനലോഗ് സിഗ്നൽസിലായിട്ട് എടുത്ത് നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നല്ലൊരു കാര്യം. പിന്നെ ഫ്ലാക്ക് വേവ് പോലുള്ള വലിയ വലിയ ഫയലുകൾ റാസ്ബെറി ഈ ഒരു പെൻഡ്രൈവ് പോർട്ടിൽ നമ്മൾ പെൻഡ്രൈവിനകത്തോ മെമ്മറി കാർഡിനകത്തോ ഒക്കെ ആക്കിയിട്ട് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹൈ റെസൊല്യൂഷനിൽ പാട്ടൊക്കെ ഫ്ലാക്ക് വേവ് പോലെയുള്ള നല്ല ഹൈ റെസൊല്യൂഷൻ മ്യൂസിക് നമുക്ക് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതും കൂടെ നല്ലൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് വേണ്ട 2 സാധനം ഇതാണ്. റാസ്ബെറി ഡാക്കാണ് മെയിനായിട്ട് വേണ്ട 2 ഐറ്റംസ്. നമ്മൾ അഡീഷണലി ഒരു ഡിസ്പ്ലേ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആകും നമുക്ക് ഇത് വർക്ക്. ഇപ്പോൾ റാസ്ബെറി ഒരു കമ്പ്യൂട്ടറാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഓൺ ചെയ്ത് വരുന്ന സമയം അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന രീതികളൊക്കെ ഉണ്ട്. ആ ഒരു രീതികളൊക്കെ കുറച്ചുകൂടെ ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റ് ഒക്കെ ഇല്ലാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ വെച്ചിട്ട് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും.
ഇപ്പോൾ ഫുള്ളി ടച്ച് ഡിസ്പ്ലേ ആക്കിയിട്ടാണ് നമ്മളിത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ടച്ച് ഡിസ്പ്ലേ വാങ്ങി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ടച്ച് ഡിസ്പ്ലേ ഒരു 3000 സംതിങ് കൂടുതലാവും എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് ക്യാഷ് മുതൽ മുടക്ക് വരുന്നത് ഏകദേശം ഒരു 12,000 തൊട്ട് ഒരു 16,000 രൂപ വരെ ഡിസ്പ്ലേ വെച്ച് ചെയ്യുന്നതിന്, വർക്ക് ചെയ്യുന്നതിന് നമുക്ക് ആവുന്നുണ്ട്, ക്യാബിനറ്റിന് എല്ലാം കൂടെ. അപ്പോൾ നമ്മൾ വരും ദിവസങ്ങളിൽ ഇതിൻ്റെയൊക്കെ ബാക്കി വീഡിയോ ചെയ്യുന്നതാണ്. ഇതിപ്പോൾ പാർട്ട് 1 ആണ്. പാർട്ട് 2, പാർട്ട് 3 ആയിട്ട് നമ്മൾ ഫുൾ വർക്ക് ഫിനിഷ് ചെയ്യും. അപ്പോൾ ഓക്കെ, അത് കാണുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്.